ഹലോ ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു ടിപ്സുമായിട്ടാണ് വന്നത് കേട്ടോ. നമ്മൾക്ക് ദേഹത്തും മുഖത്തും ഒക്കെ അത് തേച്ച് കുളിച്ച് നല്ല സുന്ദരികളാകാം. നല്ല വെളുക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് പൊതുവേ ഒരു അഴുക്കുണ്ടല്ലോ, അത് ഫുള്ള് പോയി നല്ല നീറ്റാകും കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു പഴയ പാത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ പാത്രക്കാരനെ കൊടുക്കാനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതെടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ സോപ്പും പച്ചരിയാണ് കേട്ടോ. നല്ലത് എല്ലാ ദിവസവും ഇട്ട് കുളിച്ചാൽ മതി കേട്ടോ. ഫുള്ള് നമ്മൾ ബോഡി ഫുള്ളിടാം. നല്ല പച്ചരി കുതിർത്തിട്ട് അരച്ച് അങ്ങനെ അത് കാണിച്ചു തരാം. അത് ഞാൻ പണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, 1 വർഷമായി. അപ്പം ഇല്ല കേട്ടോ, വലുതായിട്ട് വീണില്ല, ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഗുളികയില്ല, അതൊക്കെ കഴിച്ച് പിന്നെ സർജനെ കാണേണ്ടി വന്നു. അത് ഞാൻ പറയാം കേട്ടോ, എന്താണ് അതിൻ്റെ റിപ്പോർട്ട് വന്നില്ല, എന്നിട്ട് പറയാം ഈ ഒരു ഓപ്പറേഷൻ ഉടനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. മറ്റേ നമ്മൾ യൂട്രസിൻ്റെ അല്ല, അത് എന്താണെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല, പറയാം. അപ്പം നമ്മൾ ഇത് വെച്ചാൽ സോപ്പ് ചുരണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പം പച്ചരിക്കകത്തിടുമ്പം പെട്ടെന്ന് നല്ല അലിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് പുറത്ത് നല്ല മഴ, അതുകൊണ്ട് മഴയുടെ സൗണ്ടും കിട്ടും. എങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പാത്രം കഴുകി നീറ്റാക്കി വെച്ച്, ഇത് നമ്മൾ ഉപയോഗിക്കാത്തൊരു തടിക്കഷ്ണമാണ്. തടിയുടെ ഇല്ല കരണ്ടി പോലെ സാധനം, അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദോശയൊക്കെ തിരിച്ചിടാനൊന്നും അങ്ങ് വെച്ച് അറിഞ്ഞുകൂടാ. അപ്പോഴിതാ മകൾ അവിടെ സോപ്പിൻ്റെ ചുരണ്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. മോളാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് പിന്നെ ഇപ്പോൾ ബലം പിടിക്കാനൊന്നും വയ്യ. പിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയൊക്കെ വന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ സർജനെയൊക്കെ കാണേണ്ടി വന്നെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ സോപ്പുണ്ടാക്കി നമുക്ക് പച്ചരിയൊക്കെ ചേർത്തുണ്ടാക്കി കുളിച്ച് സുന്ദരിമാരാവാന്ന് വെച്ചാൽ നല്ല മാറ്റം വരും കേട്ടോ. നമുക്ക് പൊതുവേ ഒരു എന്താ പറയുന്ന ഒരു അഴുക്കിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് മാറിക്കിട്ടും. അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മിൽക്കി ബാർ ഓർമ്മ വന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ടായിയാണ് മിൽക്കി ബാർ. അപ്പോൾ സോപ്പ് അരിഞ്ഞ് വെച്ചപ്പോൾ നോക്കിയപ്പോൾ നല്ല മിൽക്കി ബാറിൻ്റെ നല്ലൊരു സ്റ്റൈല്. അങ്ങനെ അതും ഞങ്ങൾ രണ്ടിനും കൂടെ കത്തി വെച്ചിട്ട് പിന്നെ അതോ മുളോട് അത് അരയ്ക്കാൻ പറയപ്പോൾ പകുതി അടയ്ക്കാൻ പറ്റും, ചെറിയ ജാറായതുകൊണ്ടേ. അപ്പം നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ അത്രയൊന്നുമല്ല, കുറച്ചുകൂടെ അര പേസ്റ്റ് ആക്കണം. എന്നാലും ഒരു ആഴ്ച തരി വേണം കേട്ടോ. തരി ഉണ്ടെങ്കിലേ നമുക്ക് എന്താ പറയുന്നത് ഈ സോപ്പായിട്ട് ചേരുമ്പം നല്ല ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കി യൂസ് ചെയ്ത് റിസൾട്ട് പറഞ്ഞാൽ മതി. ഇത് പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, കാരണം എപ്പോഴും പച്ചരിയല്ലേ, നമ്മൾ പുറത്ത് വയ്ക്കാൻ പറ്റില്ല. പക്ഷെ നല്ലതാട്ടോ, സോപ്പിനെ കാട്ടി എനിക്കിഷ്ടപ്പെട്ട്. കാരണം എനിക്ക് എൻ്റെ കഴുത്തൊക്കെ ഞാൻ ഭയങ്കര കറുപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നല്ല മാറ്റമുണ്ട്, എനിക്ക് നല്ല മാറ്റമുണ്ട്. മോക്കിന് പൊതുവേ കുറച്ച് കളറുണ്ടെങ്കിലും കുറച്ച് ബ്രൈറ്റ്നെസ് ആവും ഇത് തേച്ച് കഴിയുമ്പം. നല്ല തേച്ച് നമ്മൾ കുളിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഒരു നല്ല ഫീല് കിട്ടും. നിങ്ങളൊന്ന് ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ മതി. നല്ലൊരു ഫീല് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ സോപ്പിട്ട് ഇറങ്ങുന്ന രീതിയല്ല, നല്ല കുളിച്ച് നമുക്കൊരു വൃത്തി പോലെ തോന്നും. എന്താണെന്നറിയാൻ വയ്യ. അങ്ങനെ ഞാൻ പച്ചരി മോള് കലക്കി ഒഴിച്ചു, കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമ്മൾ നല്ല കട്ട പിടിക്കാതെ നല്ലോണം ഇളക്കി. ഈ പാത്രം ആയതുകൊണ്ട് ഞങ്ങൾ ഗ്യാസിൻ്റെ പുറം മൊത്തമായി കേട്ടോ. കുറച്ചുകൂടെ കുഴിയുള്ള പാത്രം തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ല കുഴിയുള്ള പാത്രം ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കട്ട പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. നല്ല ഒരു ചെറിയൊരു വേവ് ആകുമ്പോഴത്തേക്ക് ഞാൻ ചൂട് വന്നോന്ന് നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. സോപ്പ് പൊടിയല്ല, സോപ്പ് ചീവി വെച്ചത്. ഡൗ തന്നെ വേണമെന്നില്ല, നമുക്ക് പിയേഴ്സ് വെച്ച് ഉണ്ടാക്കാം. എനിക്ക് പക്ഷേ ഡൗ ആണ് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്, കാരണം മോക്ക് ഞാൻ ചിലപ്പം മറന്നു പോകും കേട്ടോ, സത്യം പറയാമല്ലേ. മോള് പിന്നെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇടും, ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ ഇടാനൊക്കെ മിടിക്കുക. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന അവൾ തന്നെ. പിന്നെ ഞാൻ കുറച്ച് ഇളക്കി കൊടുത്തു, കാരണം സോപ്പ് അതോട്ട് അലിഞ്ഞ് ചേരാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസിൻ്റെ പുറം മൊത്തം കുളമായി. അത് പാത്രത്തിൻ്റെ അതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആവും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട, അതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഈ പാത്രം പിന്നെ നമ്മളൊന്നിനും യൂസ് ചെയ്യത്തില്ല. ഇതിന് ഞാൻ വേണ്ടി തന്നെ വെച്ചേക്കും. തീരുമ്പോൾ വീണ്ടും ഞങ്ങൾ ഇതുണ്ടാക്കി വെക്കും, കാരണം അവൾക്ക് ഇതാ ഇഷ്ടം പുറത്ത് വെച്ച് കുളിക്കാനേ. സോപ്പിനെ കാട്ടി എനിക്കും പക്ഷേ ഇഷ്ടം. പക്ഷേ ഞാൻ മിക്കവാറും മറന്നു, കാരണം നമ്മളങ്ങനെ ഓടിപ്പോയി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ എനിക്ക് പക്ഷേ ഇതൊക്കെ താല്പര്യം കേട്ടോ, മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ടേ. ഇതൊക്കെ ഭയങ്കര പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ഓരോ ടിപ്സുകൾ ചെയ്യുമ്പോൾ മോളങ്ങനെ ഉപയോഗിക്കത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര ഇഷ്ടം. ഓരോന്നും ചെയ്ത് ഞാൻ ഓരോ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അപ്പം നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് പിന്നെ നമ്മൾ കുളിക്കാൻ നേരം കുറച്ചെടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കേ, ബൈ, നാളെ കാണാം.